നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി, നോ ഡൗട്ട്സ് വാട്ട്സോ എവർ, ഇറ്റ്സ് മാരുതി സുസുക്കി. എന്തുകൊണ്ടാണ് മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ സേഫ്റ്റിയിലൊക്കെ ഇപ്പോൾ കുറച്ച് മുൻപന്തിയിലേക്ക് വരുന്നുണ്ട്, എന്നാൽ പോലും താരതമ്യേന മറ്റ് ബ്രാൻഡുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സേഫ്റ്റി കുറവുള്ള ഒരു വാഹന നിർമ്മാതാവ് എന്ന പേരുണ്ടായിട്ടും മികച്ച രീതിയിൽ അവരുടെ വാഹനങ്ങൾ വിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പഞ്ചിനകത്ത് മാരുതി സുസുക്കിയുടെ എൻജിൻ വരുവാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. എന്താണ് ആ കാര്യം? എൻജിൻ അത് തന്നെയാണ് മാരുതി സുസുക്കിക്ക് ഏറ്റവും കൂടുതൽ പേരും പ്രശസ്തിയും നൽകുന്നത്. റിലയബിൾ ആയിട്ടുള്ള, ലോ മെയിൻ്റനൻസ് ഉള്ള, ദീർഘകാലം നിലനിൽക്കുന്ന, നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന, വളരെ മികച്ച രീതിക്കുള്ള ടെക്നോളജിയുള്ള, എന്നാൽ ഈസി ടു മെയിൻറ്റെയിൻ ആയിട്ടുള്ള മികച്ച എൻജിനുകളാണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ കെ സീരീസ് എൻജിനുകളെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ സൈഡ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എസ്തെറ്റിക് സെൻസൊക്കെ നല്ലതാണ്, എന്നാൽ പോലും ഈ ഫാൻസി ഫീച്ചറായിട്ടുള്ള വെൻറ്റിലേറ്റഡ് സീറ്റ്, അതുമാത്രമല്ല സൺറൂഫ്, ഇതിനൊക്കെ ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും എൻജിൻ, ചേസിസ്, ഗിയർ ബോക്സ്, സേഫ്റ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, നമ്മൾ വാങ്ങാൻ പോകുന്ന വാഹനത്തിലിരിക്കുന്ന എൻജിനിൽ അത് ബെൽറ്റ് ഡ്രൈവ് ആണോ, ചെയിൻ ഡ്രൈവ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവെയർ ആകണം. നമ്മൾ മുടക്കുന്ന പണം എന്ന് പറയുന്നത് ഓരോ രൂപയ്ക്കും അതിന് വാല്യൂ ഉണ്ട്. എൻജിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ റിലയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള മികച്ച കെ സീരീസ് എൻജിനുകളെ കുറിച്ചിട്ടാണ്. ഈ ഒരു കോണ്ടൻറ്റ് കുറച്ച് ടെക്നിക്കലി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്തുക. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് എ റേസ് എന്നുള്ള രീതിക്ക്. എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ എൻജിനെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിച്ച് മാക്സിമം പവറും മാക്സിമം ടോർക്കും ഉൽപ്പാദിപ്പിച്ച് ആരംഭശൂരത്വം എന്നൊക്കെ കേട്ടിട്ടില്ലേ. ആദ്യ കാലങ്ങളിൽ നല്ല രീതിക്ക് പെർഫോമൻസ് ഒക്കെ വരും, പിന്നെ അങ്ങോട്ട് എൻജിൻ പണി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ടൊയോട്ടയൊക്കെ ചെയ്യുന്നത് പോലെ 2500 cc എഞ്ചിനെ കൊണ്ട് വലിയ കാര്യമായിട്ട് പണിയെടുപ്പിക്കാതെ എന്ന് പറയുന്നത് ആ ഒരു എഞ്ചിൻ്റെ മാക്സിമം കപ്പാസിറ്റി യൂസ് ചെയ്യില്ല. അതൊക്കെ താഴെയുള്ള ഒരു പവർ ഫിഗർ ആയിരിക്കും, അല്ലെങ്കിൽ പവറും അത് ടോർക്കൊക്കെ അങ്ങനെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം എഞ്ചിനുകൾ മാക്സിമം ഒരുപാട് കിലോമീറ്റർ കണക്കിന് ഓടും. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ മാരുതി സുസുക്കിയുടെ കേസിലെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യമായിട്ടുള്ളൊരു രാജ്യമാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലെ ക്ലൈമറ്റ് അല്ല സൗത്ത് ഇന്ത്യയിൽ, ഇപ്പം 7 സിസ്റ്റേഴ്സിലുള്ളൊരു ക്ലൈമറ്റ് അല്ല ഈ പറയുന്ന പടിഞ്ഞാറൻ സൈഡിൽ, അപ്പോൾ കാശ്മീരിലെ ക്ലൈമറ്റ് അല്ല ഇന്ത്യയുടെ സെൻട്രൽ പോർഷനിൽ. അപ്പം നമുക്കിതൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് ക്ലൈമറ്റ് മാത്രമല്ല, ആ ജിയോഗ്രഫി തന്നെ ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് എല്ലാ ക്ലൈമറ്റിലും റിലയബിളായിട്ട്, ലോ മെയിൻ്റനൻസ് ഉള്ള, മികച്ച ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന മികച്ച എൻജിനുകൾ നിർമ്മിക്കാൻ മാരുതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാരുതിയുടെ കയ്യിൽ ഇന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻജിനുകൾ എന്ന് പറയുന്നത്, ഒന്ന് K10C എന്ന് പറയുന്ന എൻജിനാണ്. രണ്ടാമത് K10Cയുടെ ബൂസ്റ്റർ ജെറ്റ് വേരിയൻ്റാണ്. അടുത്ത എൻജിൻ എന്ന് പറയുന്നത് K15B ഉണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജിംനിയിലൊക്കെ കാണുന്ന എൻജിൻ തന്നെയാണ്. K15C ഉണ്ട്, അതിൻ്റെ തന്നെ ഒരു ഹൈബ്രിഡ് വേർഷനും ഉണ്ട്. അതുകൂടാതെ തന്നെ K12N എന്ന് പറയുന്നൊരു എൻജിനുണ്ട്. ഇനി നമ്മുടെ ഇഗ്നിസിലൊക്കെ കാണുന്ന K12M എന്ന് പറയുന്ന മറ്റൊരു എൻജിനുണ്ട്. K12Mൻ്റെ ഒരു പരിഷ്കൃത വേർഷനാണ് K12N എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇതെല്ലാം 4 സിലിണ്ടർ എൻജിനാണ്. ഇതെല്ലാം എന്ന് പറയുമ്പോൾ K10C എന്ന് പറയുന്നത് 4 സിലിണ്ടർ അല്ല, അത് നമുക്കറിയാവുന്നതാണ്. ഈ പറയുന്ന K12N ആയിക്കോട്ടെ, K12M ആയിക്കോട്ടെ, K15C ആയിക്കോട്ടെ, ഇതെല്ലാം 4 സിലിണ്ടറാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ Z12E എന്ന് പറയുന്ന 2024 ലോഞ്ച് ചെയ്ത 3 സിലിണ്ടർ എൻജിനും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ജനറേറ്റർ മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് ആദ്യമേ തന്നെ K10 ബൂസ്റ്റർ ജെറ്റ് എൻജിനും അതുമാത്രമല്ല K10C എന്ന് പറയുന്ന എൻജിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. K10 ബൂസ്റ്റർ ജെറ്റ് എന്ന് പറയുന്ന എൻജിൻ നമുക്കറിയാം, നമ്മുടെ ഫ്രോങ്സ് പോലെയുള്ള വാഹനങ്ങളിൽ അത് അവൈലബിൾ ആണ്. K10C എന്ന് പറയുന്ന എൻജിനും നമുക്കറിയാം, അത് നമ്മുടെ വാഗണാർ പോലെയുള്ള വാഹനങ്ങളിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഓൾട്ടോ K10ലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എൻജിനാണ്. ഇത് K10C എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവേണ്ട പ്രധാനപ്പെട്ട കാര്യം, 998 cc ആണ് K10Cയിൽ വരുന്ന എൻജിൻ. അത് 3 സിലിണ്ടർ എൻജിനാണ്. K10 ബൂസ്റ്റർ ജെറ്റിലേക്ക് വരുമ്പോഴത്തേക്കും
അതും 998 ക്യൂബിക് കപ്പാസിറ്റിയാണുള്ളത്. അത് ടർബോയാണ്. ടർബോ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു എക്സ്ട്രാ സപ്പോർട്ടിന് കൊടുത്തിരിക്കുന്ന ഒരു ഡിവൈസാണ്. അതായത് ആ എഞ്ചിനെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ചിട്ട്, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടർബോ വെച്ചിട്ടുള്ളത്. കേട്ടൻ സി ആയിക്കോട്ടെ, കേട്ടൻ ബൂസ്റ്റർ ജെറ്റ് ആയിക്കോട്ടെ, രണ്ടും 3 സിലിണ്ടർ എഞ്ചിനാണ്. ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് ഇതിനകത്ത് വരുന്നത്. 12 വോൾട്ട് MPFI ആണ് കേട്ടൻ സിയിൽ വരുന്നത്. 12 വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ സിലിണ്ടറിലും 4 വോൾട്ട് വെച്ച് വരും. അപ്പം 3 4 12. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2 ഇൻടേക്കിന് വേണ്ടിയിട്ടും 2 എക്സോസ്റ്റിന് വേണ്ടിയിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്, കംപ്രഷൻ റേഷ്യോ എന്താണെന്ന് ഞാൻ ടെക്നിക്കലി പോകുന്നില്ല. അതായത് എയറും ഫ്യൂലും തമ്മിലുള്ള മിശ്രിതത്തെ കംപ്രസ് ചെയ്യുന്നതിനൊരു റേഷ്യോ ഉണ്ട്. അതായത് 12:1 എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഇനി കേട്ടൻ ബൂസ്റ്റർ ജെറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും 998 cc ടർബോയാണ്, നമ്മൾ പറഞ്ഞതാണ്, 3 സിലിണ്ടറാണ്. ഇതും DOHC കൈൻഡ് ഓഫ് എഞ്ചിൻ തന്നെയാണ്, 12 വോൾട്ടാണ്. ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ 10:1 എന്നുള്ള രീതിക്കാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ഇനി എന്താണ് ഈ എഞ്ചിൻ ഇത്തരത്തിൽ ഒരു സ്പെസിഫിക്കേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും ഈ എഞ്ചിനുകളെല്ലാം അലുമിനിയം ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അലുമിനിയം എന്ന് പറയുമ്പോൾ വെയിറ്റ് വളരെ കുറവാണ്. വെയിറ്റ് കുറയുമ്പോൾ എന്താണ്, വാഹനത്തിൻ്റെ ഭാരം അത്രത്തോളം കുറയും. എഞ്ചിൻ്റെ വെയിറ്റ് കുറയുമ്പോൾ ഭാരം കുറയും. അതുമാത്രമല്ല റിലയബിളാണ് ഈ എഞ്ചിനുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അലുമിനിയം യൂസ് ചെയ്യുമ്പോഴത്തേക്കും എഞ്ചിന് താരതമ്യേന വെയിറ്റും കുറയും. അതുമാത്രമല്ല എഫിഷ്യൻസി കൂടാൻ അത് സഹായകരമാകുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ പറഞ്ഞു കേട്ടൻ സി എന്ന് പറയുന്നത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് എന്ന് പറയുന്നത് നാച്ചുറലി വെളിയിൽ നിന്നും എയർ നാച്ചുറലി എടുത്ത് ആസ്പിറേറ്റ് ചെയ്യുക, ശ്വസിക്കുക. അതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ കേട്ടൻ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ടർബോ ചാർജഡാണ്. ടർബോ ഒരു അഡീഷണൽ ഡിവൈസ് വെച്ചു, അതിലൂടെ അതിന് പവർ എൻഹാൻസ് ചെയ്യുന്നു. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കേട്ടൻ സിയിൽ MPFI കൈൻഡ് ഓഫ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ബൂസ്റ്റർ ജെറ്റിൽ വന്നിട്ടുള്ളത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ മെത്തേഡാണ് വന്നിട്ടുള്ളത്. അടുത്ത 2 എഞ്ചിൻ എന്ന് പറയുന്നത് K12N ആണ്. നമുക്കറിയാം വാഗണാറിൻ്റെയൊക്കെ ടോപ്പ് എൻഡ് മോഡലിലും അതല്ലെന്നുണ്ടെങ്കിൽ ബലീനോ, ഈ പറയുന്ന ഫ്രോങ്സിലൊക്കെ കാണുന്ന K12N. അത് 1197 cc ആണ്, 4 സിലിണ്ടറാണ്. K15C എന്ന് പറയുന്ന എഞ്ചിൻ നമുക്കറിയാം, നമ്മുടെ ബ്രസീലൊക്കെ കാണുന്ന എഞ്ചിൻ. അത് 1462 cc ആണ്. രണ്ടും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. രണ്ടും 4 സിലിണ്ടറാണ്. ഇതും DOHC കൈൻഡ് ഓഫ് എഞ്ചിൻ തന്നെയാണ്. 16 വോൾട്ടാണ്, 12 വോൾട്ട് അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേട്ടൻ സിയിൽ 12 വോൾട്ട് ആയിരുന്നെങ്കിൽ ഇവിടെ 16 വോൾട്ട് MPFI ആണ് രണ്ടിലും വന്നിട്ടുള്ളത്. കംപ്രഷൻ റേഷ്യോയും കറക്റ്റാണ്, രണ്ടിലും സെയിം ആണ്, 12:1 ആണ്. K12N എന്ന് പറയുന്ന എഞ്ചിൻ്റെ ബോർ ആൻഡ് സ്ട്രോക്ക്, അതായത് ബോർ എന്ന് പറയുന്നത് ആ താഴത്തേക്ക് പോകുന്ന ആ കുഴിയും, സ്ട്രോക്ക് എന്ന് പറയുന്നത് മുകളിലേക്കും താഴത്തേക്കും പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. അത് ഓൾമോസ്റ്റ് സ്ക്വയറിഷ് ഷേപ്പാണ്. എന്നാൽ K15Cയിൽ സ്ട്രോക്ക് താരതമ്യേന കൂടുതലായിരിക്കും, ബോറ് കുറവായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോ എൻഡ് ടോർക്ക്, അതായത് പെട്ടെന്ന് തന്നെ ടോർക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കും. വളരെ സ്ലൈറ്റായിട്ട് കാല് കൊടുക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് നല്ല രീതിക്കുള്ള ടോർക്ക് ലഭിക്കും, മൂവ്മെൻറ്റ് ലഭിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ കുറവും നല്ല ബാലൻസും പവർ ആൻഡ് മൈലേജിൻ്റെ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ ഈ ഒരു എഞ്ചിനുകൾ മുമ്പോട്ട് പോകണം എന്നുള്ള രീതിക്കാണ് കമ്പനി ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത്. കേട്ടൻ സി എന്ന് പറയുന്ന എഞ്ചിൻ വളരെ മികച്ച എഞ്ചിനാണ്. നമ്മുടെ ഓൾട്ടോ കേട്ടനിലൊക്കെ ഇരിക്കുന്നത് അത് അലുമിനിയം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെയിറ്റും കുറവുണ്ടായിരിക്കും. പവർ ടു വെയിറ്റ് റേഷ്യോ വാഹനത്തിന് കമ്പാരിറ്റീവ്ലി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, കംപ്രഷൻ റേഷ്യോയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു എഞ്ചിൻ അത്യാവശ്യം പവർ എടുക്കാനും കഴിയും. അതായത് ഈ ഒരു എഞ്ചിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട്. അത് മാത്രമല്ല ഈ പറയുന്ന മൈലേജിനെ അത് എൻഹാൻസ് ചെയ്യും. ഇപ്പോൾ ടർബോയൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ടർബോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തേക്ക് പോകുന്ന എക്സോസ്റ്റിലൂടെ പുറത്തേക്ക് പോകുന്ന ഇൻടേക്ക് അതായത് അകത്തോട്ടെടുക്കുന്ന എയർ പുറത്തേക്ക് പോകും. ചേമ്പറിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അതിൽ ഒരംശം എയറിനെ വീണ്ടും സർക്കുലേറ്റ് ചെയ്യുന്നു. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനകത്ത് ഉപയോഗിക്കുന്ന എയർ, വലിച്ചെടുക്കുന്ന എയറിനെ വെളിയിലേക്ക് തള്ളുമ്പോൾ അതിനകത്ത് നൈട്രജൻ സംയുക്തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിനകത്ത് 1% എയറിനെ വീണ്ടും വലിച്ചെടുത്തിട്ട് വീണ്ടും ഈ കംപ്രഷൻ ചേമ്പറിലേക്ക് അതിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇഞ്ചെക്റ്റ് ചെയ്യാന്നല്ല, തള്ളിവിടുന്നു. ഇതാണ് ചെയ്യുന്നത്. അതിലൂടെ സംഭവിക്കുന്ന എന്താണ്, പൊല്യൂഷൻ കുറയാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ഒരു കൂൾഡായിട്ടുള്ള ഒരു എയറിനെ അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫ്യൂവൽ ഇൻടേക്ക് വളരെ കുറവായിരിക്കും. ഇതിലൂടെ ഫ്യൂൽ എഫിഷ്യൻസി മാക്സിമം എടുക്കാനായിട്ട് ഈ ഒരു എഞ്ചിനുകൾക്ക് കഴിയും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോയിൻ്റെ ടോർക്ക് വളരെ നന്നായിട്ട് ലഭിക്കും. ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി നല്ല രീതിക്ക് ടോർക്ക് എടുക്കും. അതായത്
ഭാരം വലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറഞ്ഞ ഫ്യൂൽ ഉപയോഗിച്ച് ഹൈ കംപ്രഷൻ റേഷ്യോ ഉള്ളതുകൊണ്ടാണ് മാക്സിമം ആയിട്ട് എയർ ഉപയോഗിച്ചിട്ട് വാഹനത്തിൻ്റെ മൈലേജ് എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. KTEM എന്ന് പറയുന്ന എഞ്ചിന് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് ഉണ്ട്. അതായത് 2 ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട്. അതിന് കണക്ട് ചെയ്തിട്ടുള്ളത് ടൈമിംഗ് ബെൽറ്റ് അല്ല, ടൈമിംഗ് ചെയിനാണ്. ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുന്നത് ഒരു ബെൽറ്റാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും 1,00,000 കിലോമീറ്ററിനൊക്കെ അടുത്ത് ആകുമ്പോഴത്തേക്കും ആ ബെൽറ്റ് മാറേണ്ടി വരും. നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ചെയിനും ഒരു ബെൽറ്റും രണ്ടിൻ്റെയും ഡ്യൂറബിലിറ്റി വ്യത്യാസമുണ്ടല്ലോ. ടൈമിംഗ് ചെയിൻ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കാലത്തേക്ക് നിലനിൽക്കും. അത് നല്ല രീതിക്ക് കൃത്യമായിട്ട് ഓയിൽ മാറി കൊണ്ടുപോയാൽ മാത്രമാണ് ടൈമിംഗ് ചെയിൻ നിലനിൽക്കുകയുള്ളൂ. അതായത് ടൈമിംഗ് ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 85,000 90,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ മാറേണ്ടി വരും. 1,00,000 കിലോമീറ്റർ കിട്ടാൻ സാധ്യത കുറവാണ്. 80 ആകുമ്പോഴത്തേക്കും മാറേണ്ടി വരും. എന്നാൽ ടൈമിംഗ് ബെൽറ്റ് ആകുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി ഒരു 2.5 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടിയെന്നിരിക്കാം. നല്ല രീതിക്ക് നിങ്ങൾ കൃത്യമായ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ സുസുക്കി വാഹനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. കംപ്രഷൻ റേഷ്യോയെ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് VVT ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം അത് കൂടുതൽ ഡീപ്പായിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള കാര്യത്തിലേക്ക് പോകും. നിങ്ങൾക്കതൊരു ബോറടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു EGR ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് വരുന്ന ഗ്യാസിനെ വീണ്ടും സിലിണ്ടറിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു പ്രക്രിയ. അപ്പോൾ നോക്കിംഗ് ഒക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഹൈ കംപ്രഷൻ റേഷ്യോ, അതുമാത്രമല്ല ലോ ആൻഡ് ടോർക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റീസർക്കുലേഷൻ ഓഫ് ഗ്യാസ്, പ്രധാനമായിട്ടും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസി. അതായത് ഹൈ റേഷ്യോ ഓഫ് എയറും കുറച്ച് ഫ്യൂലും. അതാണ് പ്രധാനമായിട്ടും. ഇത് ഏത് സാഹചര്യത്തിലും, അതായത് ഏത് ക്ലൈമറ്റിലും ഇത്തരത്തിൽ പെർഫോം ചെയ്യാൻ ഈ ഒരു എഞ്ചിന് കഴിവുണ്ട്. അതായത് ഇവരുടെ എഞ്ചിനുകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. RPMത്തിൽ ഏറ്റവും കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കാനാണ് സുസുക്കി എന്നും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ KTEM വന്നപ്പോഴത്തേക്കും ലോ RPMലുള്ള ആ പവർ ഡെലിവറിയിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. കൂടുതലും ഹൈ ആയിട്ടുള്ള RPMൽ പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയും, അത് മാത്രമല്ല ഡ്യുവൽ VVT ആണ്. നമുക്കതിൻ്റെ ടെക്നോളജിയിലേക്ക് പോകുന്നില്ല. കൂടുതൽ മൈലേജിനെ എൻഹാൻസ് ചെയ്യാനും കഴിയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും KTEM എന്ന് പറയുന്ന എഞ്ചിനേക്കാൾ KTEM എന്ന് പറയുന്ന ഇഗ്നിസിലൊക്കെ ഇരിക്കുന്ന എഞ്ചിൻ ലോ RPMൽ വളരെ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്തരം വാഹനങ്ങൾ വാങ്ങുമ്പോൾ എഞ്ചിൻ എന്താണെന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എഞ്ചിൻ ഏതാണെന്ന് നോക്കുക, ആ എഞ്ചിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നോക്കുക, ഡ്യൂറബിലിറ്റി എന്താണെന്ന് നോക്കുക. തീർച്ചയായിട്ടും K10C മുതൽ K15C വരെയുള്ള എല്ലാ എഞ്ചിനുകളും K10C, K12N, K12M എന്ന് പറയുന്ന ഇഗ്നിസിലിരിക്കുന്ന, അതായത് K12Nൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു എഞ്ചിനാണ് K12M എന്ന് പറയുന്നത്. സെയിം എഞ്ചിനൊക്കെ തന്നെയാണ്, കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മികച്ച ലോ ആൻഡ് ടോർക്കാണ്. ഇത് ഫൺ ടു ഡ്രൈവ് എന്നുള്ള ആസ്പെക്റ്റിൽ, അതുമാത്രമല്ല നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന, ലോ ആൻഡ് ടോർക്ക് നൽകുന്ന, പതുക്കെ കാലൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് വാഹനം മുമ്പോട്ട് കുതിക്കാൻ കഴിയുന്ന, കയറ്റമൊക്കെ വളരെ ലീനിയറായിട്ട് കയറാൻ കഴിയുന്ന ഒരു എഞ്ചിനാണ് K12M എന്ന് പറയുന്ന എഞ്ചിൻ. K12N എന്ന് പറയുന്ന എഞ്ചിൻ മോശം എന്നുള്ളതല്ല. വെൻ കമ്പയർഡ് ടു K12M എന്ന് പറയുമ്പോഴത്തേക്കും K12N എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ് ബട്ട് നോട്ട് ബാഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ. ഈ പറയുന്ന Z12E എന്ന് പറയുന്ന എഞ്ചിൻ 3 സിലിണ്ടർ എഞ്ചിനാണ്. കാര്യമായിട്ടുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാരുതി ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനറേറ്ററാണ്. ആ ജനറേറ്റർ എന്നുള്ള രീതിക്ക് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നു. അതിൽ നിന്നും മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റിയിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത ഇലക്ട്രിക്കൽ എനർജിയെ വീണ്ടും മോട്ടറുകൾ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ആ മോട്ടറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും വീലുകൾ ചലിക്കാൻ പോകുന്നത്. ഒരു ബാറ്ററിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് ഒരു മോട്ടോർ പ്രവർത്തിക്കുകയും ആ മോട്ടോർ വീലുകളെ ചലിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഇലക്ട്രിക് കാറായിട്ട് കരുതാം എന്നുള്ളതാണ് നമ്മുടെ ലോയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇതാണ് ആ ഒരു ലോ എന്ന് പറയുന്നത്. ആ ഒരു ലോ വരുമ്പോഴത്തേക്കും മാരുതി സുസുക്കി ഇത്തരം വാഹനങ്ങളെ ഇലക്ട്രിക് കാർ എന്നുള്ള രീതിക്കായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. പ്രധാനമായിട്ടും 5% GST ആയിരിക്കും ഈ കാറുകളുടെ മുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. 28% GST, 1% സെസ് അതെടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ 18% മാത്രമാണുള്ളത്. ഇനി അത് 5% ആകുമ്പോൾ ഇപ്പോൾ വരുന്ന പെട്രോൾ കാറുകളുടെ വിലയിൽ നമുക്ക് ഇലക്ട്രിക് കാറുകൾ ലഭിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത് തന്നെയാണ് ഇനി മുതൽ പെട്രോൾ കാറുകളുടെ വിലയിൽ ഇലക്ട്രിക് കാറുകൾ ലഭിക്കും എന്ന വാർത്തകളൊക്കെ വെളിയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.